2004 സെപ്റ്റംബർ 18 പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിന്റെ മിനിറ്റ്സ് ബുക്കിന്റെ പകർപ്പാണിത്. കാലാവധി കഴിയുന്ന സുഭിക്ഷ പദ്ധതിയുടെ തുടർച്ചയ്ക്കായി പദ്ധതിയിൽ അംഗങ്ങളായിരുന്ന 700 സ്വയം സഹായ സംഘങ്ങളെയും സുഭിക്ഷയിലെ പ്രവർത്തകരെയും ഉൾപ്പെടുത്തി സുഭിക്ഷ ഫെഡറേഷൻ രൂപീകരിക്കാൻ ഐക്യകണ്ഠേന തീരുമാനിച്ചു എന്നാണ് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു എന്ന് പിന്നീട് മിനിറ്റ്സിൽ എഴുതി ചേർത്തിരിക്കുന്നു. തന്റെ നേതൃത്വത്തിലുള്ള കമ്പനി സർക്കാരിന്റെ 1 രൂപ പോലും വാങ്ങിയിട്ടില്ലെന്ന സുഭിക്ഷ ചെയർമാൻ കൂടിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാദവും പൊളിയുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് മെയിൻ്റെനൻസിന് വേണ്ടിയും അതുപോലെ തന്നെ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി 93 ലക്ഷം രൂപയും അതുപോലെ അവരുടെ കണക്കനുസരിച്ച് 2010 വരവ് ചിലവിൽ 1 ലക്ഷം രൂപ റിവോൾവിംഗ് ഫണ്ടായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് കൈപ്പറ്റിയതായിട്ടും കാണുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ അദ്ദേഹം എങ്ങനെ ഇത് പറയുന്നു എന്ന് ഞങ്ങൾക്ക് അത്ഭുതമാണ് തോന്നുന്നത്. 2010 1 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് കൈപ്പറ്റിയെന്ന് ഈ രേഖകൾ തെളിയിക്കുന്നു. സുഭിക്ഷ കൈമാറ്റത്തിലെ കൃത്രിമങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. രേഖകൾ പ്രകാരം 2007 ജൂൺ 6 പദ്ധതി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് കൈമാറുന്നത്. കരാറിനായി മുദ്രപത്രം വാങ്ങിയിരിക്കുന്നത് 2007 ഏപ്രിൽ 3, അതായത് സുഭിക്ഷ പദ്ധതിയുടെ കാലാവധി കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ ശേഷം. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയും സുഭിക്ഷ കമ്പനി ചെയർമാനും തമ്മിൽ ഒപ്പുവെച്ച കൈമാറ്റ കരാറിൽ പറയുന്നത് 2005 മെയ് മുതൽ കരാർ പ്രാബല്യത്തിലായെന്നാണ്. സുഭിക്ഷയുടെ അനധികൃത കൈമാറ്റത്തിന് ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നു എന്നതിന്റെ തെളിവുകളാണ് ഈ രേഖകൾ. ക്രമക്കേടിനായി രാഷ്ട്രീയ നേതൃത്വത്തിനൊപ്പം ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നപ്പോൾ വഴിയാധാരമായത് 7000 പേരുടെ ജീവിതമാണ്. ക്യാമറ പേഴ്സൺ ഷിബുവിനൊപ്പം ജയേഷ് രാഘവൻ, മീഡിയ 1.